അദ്വൈത തത്വത്തെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? അത് കേവലം ഒരു സിദ്ധാന്തമല്ല, ജീവിതത്തെ സമീപിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. ഏറ്റവും വലിയ വേദന എന്ത്? ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണ്. ഏറ്റവും വലിയ സുഖം എന്താണ്? ഏറ്റവും വലിയ സുഖം കാമസുഖമാണ്. കല്യാണം കഴിക്കാത്തതൊക്കെ എങ്ങനെ ഈ കാലക്കൾ കരയുന്നു? നീ ഒരു വിശ്വസിക്കാൻ കൊല്ല ഇവിടെ ഈ കുലത്തിൽ തന്നെ നാണക്കേടാ. അറിവിന്റെ നിറകുടമായിരുന്ന ഒരു ബ്രാഹ്മണ കന്യക. പാണ്ഡിത്യത്തിൽ അവളോട് തോറ്റു പിന്മാറിയവർ പക തീർക്കാൻ അവളോട് 2 ചോദ്യങ്ങൾ ചോദിച്ചു. ലോകത്തിൽ ഏറ്റവും വലിയ സുഖം എന്ത്? ഏറ്റവും വലിയ വേദന എന്ത്? കാമസുഖമാണ് ഏറ്റവും വലുതെന്നും പ്രസവ വേദനയാണ് ഏറ്റവും വലിയ വേദനയും എന്നുള്ള സത്യം അവൾ വിളിച്ചു പറഞ്ഞു. അവർക്ക് അവളെ വേശ്യയായി മുദ്ര കുത്തണമായിരുന്നു. അപമാനിതയായി പടിയിറങ്ങേണ്ടി വന്ന ആ നിത്യകന്യക ഒടുവിൽ കത്തിയേരിയുന്ന അഗ്നിയിലേക്ക് എടുത്തു ചാടി ആത്മാഹൂതി ചെയ്തു. എന്നാൽ തീയിൽ എരിഞ്ഞടങ്ങിയ ആ പെൺകൊടി പിന്നീട് നാടിന്റെ പരദേവതയായി സാക്ഷാൽ മുച്ചിലോട്ടമ്മയായി അവതരിച്ചു. അഗ്നിപരീക്ഷയ്ക്കൊരുങ്ങിയ ദേവി അതുവഴി എണ്ണയുമായി പോകുന്ന ഒരു മുച്ചിലോടനെ കാണുകയും മുച്ചിലോടനോട് അഗ്നിയിൽ എണ്ണ പകരാൻ ആവശ്യപ്പെടുകയും അതുപ്രകാരം മുച്ചിലോടൻ അഗ്നിയിൽ എണ്ണ പകരുകയും ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ മുച്ചിലോടനെ ദേവിയായി മാറി അമ്മ ദർശനം നൽകുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മുച്ചിലോടൻ ദേവിയെ തൻ്റെ കുലദേവതയായി ആരാധിക്കുകയും പൂജിക്കുകയും തുടങ്ങുന്നു. അങ്ങനെയാണ് വാണിയ സമുദായത്തിലെ ദേവിയെ ആരാധിക്കാൻ തുടങ്ങുന്നതും വാണിയ സമുദായത്തിൻ്റെ കുലദേവതയായി ദേവി മാറുന്നതും. തെയ്യങ്ങളിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ള ദേവിയായിട്ടാണ് മുച്ചിലോട്ടമ്മയെ പൊതുവെ പറയാറ്. തെയ്യം കെട്ടാൻ നിശ്ചയിക്കപ്പെട്ട വ്യക്തി ദിവസങ്ങളോളം വ്രതമനുഷ്ഠിച്ചതിന് ശേഷമാണ് പെരുങ്കളിയാട്ടത്തിൻ്റെ അവസാന ദിവസം ദേവിയുടെ കോലം ധരിക്കുന്നതും ദേവിയായി മാറി എല്ലാ ഭക്തജനങ്ങൾക്കും ദർശനം നൽകുന്നതും. മുച്ചിലോട്ടമ്മയല്ലാണ്ട് വേറെ തെയ്യവും ഈ കളിയാട്ട കാലങ്ങളിൽ മുച്ചിലോട്ട് കാവിൽ കെട്ടിയാടുന്നതാണ്. 2026 ഫെബ്രുവരി 4, 5, 6, 7 തീയതികളിലായിട്ടാണ് ക്ലായിക്കോട് മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം നടന്നിട്ടുള്ളത്. ഓരോ കളിയാട്ടവും ഒരു ജനതയുടെ ഒത്തുകൂടൽ കൂടിയാണ്. ഓരോ ഭക്തരുടെയും ആത്മനിർവൃതിയാണ് ദേവിയുടെ ദർശനം. പ്രകൃതി അതിൻ്റെ ഭംഗി കനിഞ്ഞു നൽകിയ സ്ഥലമാണ് ക്ലായിക്കോട്. ചെറുവത്തൂരിൽ നിന്നും കയ്യൂർ റോഡ് വഴി നമുക്ക് മുന്നോട്ടേക്ക് പോയാൽ കുറച്ച് ദൂരം കഴിയുമ്പോൾ ക്ലായിക്കോട് മുച്ചിലോട്ടേക്ക് നമുക്കെത്താം. ബസ് ഇറങ്ങിയിട്ട് കുത്തനെയുള്ള ഇറക്കമാണ് പോകാനുള്ള വഴി. ചുറ്റിലും കവുങ്ങിൻ തോട്ടവും പാടവും ഒക്കെയായി ഭംഗിയുള്ള സ്ഥലമാണ് ക്ലായിക്കോട്. ഈ ഒരു വഴിയിലൂടെ നടന്ന് നീങ്ങി വേണം നമ്മൾ ഒടുവിൽ അമ്പലത്തിൻ്റെ മുന്നിൽ വന്നെത്താൻ വേണ്ടിയിട്ട്. പൊതുവെ അന്നപൂർണേശ്വരി എന്നാണ് മുച്ചിലോട്ടമ്മയെ അറിയുന്നത്. അതുകൊണ്ട് തന്നെ അന്നപ്രസാദം എല്ലാ ദിവസങ്ങളിലും ഭക്തർക്ക് നൽകുന്നതാണ്. അതിൽ മുച്ചിലോട്ട് കളിയാട്ടം കഴിയുന്നതിൻ്റെ തലേന്നാൾ പ്രത്യേകതയുണ്ട്. തോരപ്പുഴുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസാദം നമുക്ക് അന്ന് കിട്ടും. അതിൻ്റെ പിറ്റേന്നാൾ കളിയാട്ടം അവസാനിക്കുന്ന ദിവസം കായക്കഞ്ഞി എന്ന് പറയും നമ്മുടെ ഒരു പ്രസാദത്തിന്. അതും കൂടെയാണ് ലാസ്റ്റ് ദിവസത്തെ പ്രത്യേകത. അന്നപൂർണേശ്വരിയായ മുച്ചിലോട്ടമ്മയുടെ ഭക്ഷണശാലയിൽ നിൽക്കുന്ന ഓരോ ബാല്യക്കാരും കലശം കുളിച്ച വ്യക്തികളാണ്. ഇവരാണ് ആ കാണുന്ന ബാല്യക്കാർ. പഴനിമലയെ ഓർക്കുമെന്നോണമുള്ള പടികളാണ് അമ്പലത്തിൻ്റെ മുൻവശത്തു കൂടി ഇറങ്ങാനുള്ളത്. ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശത്തൂടെ വരാനുള്ള വഴി. ആദ്യം കാണിച്ചത് പിറകിലൂടെ വരുന്ന വഴിയാണ്. അങ്ങനെ കണ്ണും മനസ്സും നിറഞ്ഞ് ദേവിയെ കണ്ട ദർശനത്തിൽ അത്രയും സന്തോഷത്തോടെ ദേവിയുടെ അന്നപ്രസാദവും കഴിച്ച് സന്തോഷത്തോടെ ക്ലായിക്കോട് മുച്ചിലോട്ട് നിന്നും നമ്മൾ പടിയിറങ്ങുകയാണ്. ഇനി അടുത്ത 18 വർഷം കഴിയുമ്പോൾ മാത്രമേ ദേവിയുടെ ദർശനം ഈ മുച്ചിലോട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഓരോ കളിയാട്ടവും വിളിച്ചോതുന്നത് ഒരുപാട് നന്മകളുടെയും സ്നേഹത്തിൻ്റെയും ഭക്തി നിർഭരവുമായ കഥകളാണ്.